ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു പടം കണ്ടായിരുന്നോ? കൽബ്. ഇന്നലെയാണ് ഞാൻ പടം കാണുന്നത്. ആൻഡ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പടം ഇന്നലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ പടത്തെപ്പറ്റി അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പടം കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. ലാസ്റ്റ് പാട്ടൊക്കെ ആകുമ്പോൾ ഞാൻ കരഞ്ഞ് മെഴുകി ഉള്ളത് പറയാം. ഈ പടം എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടാത്തതെന്ന് വെച്ച് കഴിയുമ്പോൾ എനിക്കൊരു കാരണം ഞാൻ ഈ തിയേറ്റർ റിലീസായ സമയത്ത് ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരാൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, പുള്ളിക്കാരനിരുന്ന് ആ പടത്തിനങ്ങ് തിന്നുമായിരുന്നു. റിവ്യൂ പറഞ്ഞു നമുക്ക് എന്നിട്ട് ഒരു വട്ടെങ്കിലും കാണാൻ പറ്റുന്ന ഒരു പടമായാലും അതങ്ങ് കൊള്ളത്തില്ല എന്നങ്ങ് അടിച്ച് വിടുക. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അങ്ങനെയൊക്കെ റിവ്യൂ പറഞ്ഞൊരു പടത്തെ കൊല്ലരുത്, സീരിയസ്ലി പറയുക. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ സ്റ്റോറി എന്തുവാ ബ്രോ ചെയ്തു വെച്ചേക്കുന്നത്, കിടുക്കനായിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ ചെറുതായിട്ട് വരുന്നത് ഞാൻ ഫുള്ള് പറയുന്നില്ല. ഒരു 7 ഘട്ടമാണ് കാണിക്കുന്നത്. ഒരു പ്രേമം തുടങ്ങുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാനൊക്കെ ആ പടം മൊത്തം ചിരിച്ച കണ്ട ഫസ്റ്റ് പാർട്ട് വരെ ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ എനിക്കിങ്ങനെ ബ്ലഷ് ആവും. ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ആ മൗത്തിൻ്റെ ഒരു പാർട്ട് വരും, അപ്പോൾ ഒരു പാട്ട് തുടങ്ങും, ലാ ഇലാഹ ഇല്ല. അപ്പം തുടങ്ങിയ കരച്ചിലേ എൻ്റെ പൊന്നോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ ബ്രോ, സീരിയസ്ലി നല്ല പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യും ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അത് വെച്ച് മാത്രം പറയുക. പിന്നെ എൻ്റെ റിവ്യൂ ചാനലൊന്നുമല്ല ബ്രോ, ഞാൻ എൻ്റെ വ്ളോഗുമായിട്ടൊക്കെ പോകുന്നൊരു ചാനൽ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു വട്ടം കണ്ടു നോക്കിയിട്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെറുതാണ്, ഹോണസ്റ്റാണ്. ഇത് തന്നെയാണോ നിങ്ങൾക്കും തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. കുറേ നെഗറ്റീവ് വരുന്നുണ്ട് അതിനകത്ത്. ആ പടത്തിന് കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആക്സെൻ്റ് എന്താ അങ്ങനെയാണ്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഒരു ടൂറിസ്റ്റ് ഗൈഡ് കൂടുതലും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാൾ, ഈ മദാമമാരും സായിപ്പന്മാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു ആംഗ്ലോ ഇന്ത്യനും കൂടെ, പുള്ളിക്കാരൻ്റെ സ്ലാങ് അങ്ങനെ ആയിരിക്കത്തുള്ളൂ. എനിക്കത് വലുതായിട്ട് ക്രിഞ്ചായിട്ട് തോന്നിയില്ല. അവൻ അങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെയാണെന്ന് വിചാരിച്ച് ആ ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ ബാക്കിയെല്ലാം നല്ല രസമായിരിക്കും. എന്നിട്ട് പിന്നെ ക്യാമറമാൻ ആരാന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ, പൊളി. പിന്നെ സിദ്ദീഖ് സാറ് എന്തോ ബ്രോ, ചെറിയ കുറച്ച് നേരമൊക്കെ ഉള്ളു, അല്ല ത്രൂ ഔട്ട്. എന്നാലും നിങ്ങൾ ഇടുക്കി. പിന്നാരാ നടി, ബ്യൂട്ടിഫുൾ നടനാണല്ലോ കഥയിലേത്. രസമുണ്ട് ബ്രോ, നല്ല രസമുണ്ട്. എനിക്ക് പറയാനില്ല. രജീവ് പുള്ളിക്കാരൻ ഇതിനു മുമ്പ് മൈക്ക് ചെയ്തിട്ടുണ്ട്, ഈ പടം ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറയുന്ന കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവന്തോ ഞാൻ വരെ ഈ പടം തിയേറ്ററിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്ന് പറയുന്നത് റിവ്യൂ കണ്ടിട്ടാണ്. സത്യം പറയാമല്ലോ, ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് കാണാൻ പറ്റായിരുന്നു എനിക്ക് തിയേറ്ററിൽ. ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു. എനിക്കിപ്പോൾ തന്നെ ഞാൻ പടം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇതാവും, ഒരു എന്തോ പറയുന്നത്, നമ്മളിങ്ങനെ മൂടത്തില്ലേ, ആ ഒരു ഫീല് വരും നമുക്ക്. നല്ല രസമാണ് അവിടെ. നിങ്ങളത് കാണുമല്ലോ, നിങ്ങൾ കണ്ടു നോക്ക്. അതായത് ചുമ്മാ അങ്ങ് പറയല്ലേ. ചിലർക്ക് ഓക്കെ, നിങ്ങൾ പൈങ്കിളി ഒന്നുമല്ല, നിങ്ങൾക്ക് പ്രേമം അങ്ങനെ ചിലപ്പോൾ ഭയങ്കര മസിൽ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുത്തായിരിക്കും. പോട്ടെ, നമ്മളൊക്കെ ഇച്ചിരി അങ്ങനെ, എൻ്റെ ഞാൻ പറയുക, ഞാൻ ഇച്ചിരി അങ്ങനെയൊക്കെ തന്നെ. എനിക്കിങ്ങനെ ഭയങ്കര പൈങ്കിളിത്രയൊക്കെ കണ്ടേ എനിക്കിങ്ങനെ ഞാൻ ബ്ലഷ് ആവും. ഞാൻ അങ്ങനെയാണ് കുറേയൊക്കെ പടങ്ങൾ അഡ്മയറായിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ട്, അടിപൊളി. ഞാൻ കരഞ്ഞു, എനിക്ക് ആ ഡെപ്ത് കിട്ടി. എനിക്ക് കാണണേ, നിങ്ങൾ പോയി കാണുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ. നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. ഇന്ന് നമ്മുടെ ഹബീബിൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ഹബി. നമുക്ക് എന്തായാലും ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഇപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തായാലും പ്ലാനിങ് ഒക്കെ ഉണ്ടാവും, ഉറപ്പാണല്ലോ, ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം.
അങ്ങനെ ഞാൻ നേരെ വന്നത് മുപ്പാലത്താണ്. ഇപ്പം നമ്മുടെ റിഫിനും വന്നിട്ടുണ്ട്. അവൻ വന്നിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോഴത്തേക്കും ഞാൻ പോകുന്ന വഴി കൽബ് മൂവിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന, പടം കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മളിപ്പോ ഹബിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ! അസേറിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പറയത്തില്ല. കാരണം ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? നമ്മുടെ ഗെച്ചു അസേർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? കല്യാണം ഉടനെ കാണും. കല്യാണം സസ്പെൻസ് കല്യാണം അല്ല കേട്ടോ. കാര്യം വേറെ. എന്നെ കാണിക്കില്ല. സോ ഞങ്ങൾ നേരത്തെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗച്ചൂടെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു കട്ട് ദ കേക്ക്. എത്ര വയസ്സാണോ ഇവിടെ വന്നിരുന്ന് 26 വയസ്സ്. എനിക്ക് 26 വയസ്സ്. നേരത്തെ ഞാൻ കിളവനായി. പക്ഷെ ഈ കിളവന്മാരുടെ നമ്മളെ പോലത്തെ പീപ്പിൾസ് ഇവിടെ മാറിക്കട്ടെ. ഈ കിളവന് കിളവിയൊക്കെ മാറി. അവിടെ വേറെ വ്ലോഗിനകത്ത് എന്താ അല്ലേ? അവള് മൊത്തം വ്ലോഗ് പണിയെടുത്ത് ജീവിക്കും. പണിയെടുക്കും. കുറെ നാളെ ഭയങ്കര നാണോടാ സീറേ. നാണോടാ. ഞാനില്ല ഈ കളിക്കുന്ന ചുമ്മാ പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഭയങ്കര സങ്കടത്തിലാണ്. ഡിപ്രഷനിലാണ്. സീരിയസ്ലി ഞാൻ ഡിപ്രഷൻ. ആ ഡിപ്രഷനിൽ ഇരിക്കുന്നതിന്റെ കുറെ ഇങ്ങനെയാണ് ഡിപ്രഷൻ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇവള് പ്രശ്നക്കാരി. ഇവള് ഭയങ്കര പ്രശ്നക്കാരി. ഇതെന്റെ പശ്ചിമോ. വേറെ ഹായ്. നമ്മളിഷ്ടമല്ല. നിന്നെ ഇഷ്ടമുള്ളതാടാ അച്ചുമോള് പേടിപ്പോയി. ചിഞ്ചുലു ഹായ്. എനിക്ക് സ്റ്റാൻഡേർഡ് ചിഞ്ചുലു വൈ എന്റെ തനി സ്വഭാവം. അബിസുറോഫോറിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ബർത്ത്ഡേ കേക്ക്. ഇനി നീ അങ്ങോട്ട് പോയിരുന്നോ, ഞാൻ എടുത്തോളൂ രണ്ടുപേരുടെ വീഡിയോ. ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോണേ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗച്ചാപ്പി തന്ന ഫോണിൽ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇവിടം തൊട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്ത്. ചിഞ്ചുലോനെ കിട്ടിയില്ല. അയ്യോ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യുന്നു. ഇതൊക്കെ കാണണല്ലേ? അച്ഛന് കൊടുത്തില്ല ആദ്യമേ കേക്ക്. അപ്പൊ ഇനി മായനി അടുത്ത കേക്ക്. കുറച്ച് വീഡിയോ ഞാൻ തരാം കേട്ടാ. ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അടി അതങ്ങനല്ലേ, അതൊന്നും അറിയാതെ കൈ ഇവിടെ നെക്കാരും തോന്നുന്നു. എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്ന കേക്ക് എടുക്കാൻ? ഞാനപ്പോ ഇത് ഇട്ടോണ്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. നീ അവിടെ ചെന്ന് കൊടുക്കണ്ടായിരുന്നാ? എല്ലാം ഇത് ചിഞ്ചില് കൊടുത്ത ഗിഫ്റ്റാണ്, ഫോട്ടോ ഫ്രെയിമാണ്. പിന്നെ ഇത് ഗച്ചാപ്പിയുടെ ഇത്തിയാണ്. ഇത്തി കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മൾ വ്ലോഗ് ഒരുപാടൊന്നും എടുത്തില്ല, നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ. ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കുന്നത് മാത്രം. അത് കഴിയുമ്പോൾ നമ്മൾ വ്ലോഗ് നിർത്തി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
കംപ്ലൈന്റ് തീർത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സന്തുഷ്ടമായിട്ട് എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു. എന്ത് ഉമ്മ കൊടുത്തില്ലടാ, പാത്തിന് കൊടുക്കടാ. അങ്ങനെ ഞാൻ സന്തുഷ്ടമായി എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ 2 ക്യാമറ ഉണ്ട് അവിടെ ഇവിടെ. അപ്പോഴത്തേക്ക് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടിടത്തും ഇങ്ങനെ നോക്കി പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതായിരുന്നു. അപ്പൊ ഞാൻ ഹാപ്പി.